ഇവരവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മണ്ണെടുത്ത് ഇവരുടെ കമ്പനികളിൽ കൊണ്ടുപോകുന്ന പോലും ആദ്യം പറഞ്ഞിരുന്നില്ല. ആ ആളുകൾ ഇപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന ആളുകൾ ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു? അവിടുത്തെ മണൽ കൊള്ളയുടെ മുഴുവൻ കുത്തക ഇവർ ഏറ്റെടുത്തു. തോറി അടക്കമുള്ള വസ്തുക്കൾ അടങ്ങിയ റേഡിയേഷനുള്ള പദാർത്ഥങ്ങളുള്ള ഈ സാധനം നിങ്ങൾക്ക് എവിടുന്നെങ്കിലും മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ അനുവാദം വേണം. ഇവിടെ അനുവാദമില്ല. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്ത നിവാരണത്തിൻ്റെ പേരിൽ മണ്ണ് വാരുകയാണ്. ദുരന്ത നിവാരണത്തിൻ്റെ പേരിലാണെങ്കിൽ ദുരന്തം സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ അവിടെ കുട്ടനാട്ടിൽ തോട്ടപ്പള്ളിയിലൂടെ വെള്ളം ഒഴുകാത്തതിൻ്റെ പേരിലുള്ള വെള്ളപ്പൊക്കമൊന്നും ഇല്ല അവിടെ. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് മണ്ണ് വരുന്ന എന്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ദുരന്ത നിവാരണത്തിൻ്റെ പേരിലല്ല. 2 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് വരാൻ പറഞ്ഞിട്ട് ഇവർ വാരിയത് 53 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണാണ് അവിടുന്ന് വാരിക്കുന്നത്. ഒരു ദിവസം 200 ലോഡ് മണ്ണ് അവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ 53 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് അവിടുന്ന് പോയിട്ടുണ്ടാവും. ഒരു കണക്കും ഇല്ല. ആരാ ഇതൊക്കെ കണക്കൊക്കെ നോക്കുന്നത്? അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ആളുകൾക്ക് വിളിച്ചിട്ട് ഒരു സേവനവും നൽകാതെ പണം കൊണ്ട് കൊടുക്കും. തൈക്കൻ്റെ വീണയ്ക്ക് പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? ഈ ശശിധരൻ കർത്ത പറയുന്നത്. ഞങ്ങൾക്കൊരു സേവനം കിട്ടിയിട്ടില്ല. നമസ്കാരം. ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി എന്ന സ്ഥലത്തെ കരിമണൽ ഖനനം എന്ന് പറയുന്നത്. ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ്. അതിനൊരു അവസാനവും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ഈ കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാനായ ഭാസ്കരൻ ഭദ്രനാണ്. ഈ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് പുതിയൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് താങ്കൾ? ഇതിപ്പോൾ ഈ 9/7/2024 ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. 9/7/2024 ഇതിനകത്ത് ഇവർക്ക് വില വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. മണലിൻ്റെ വില വർദ്ധിപ്പിച്ചു കൊടുക്കും. ആര്? KMML മണലിൻ്റെ വില ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് അവർ പറയുന്നു എന്തിന്? ഈ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഉത്തരവിനകത്ത് പറയുന്നത് KMML ഇത് നഷ്ടമാണെങ്കിലും വയബിൾ അല്ലെങ്കിലും പിന്നീട് വില പുനർനിശ്ചയിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ 900 രൂപയുടെ വില എന്തല്ല, ഫിക്സഡ് അല്ല. അപ്പം അതിൽ പോലും അഴിമതി കാണിക്കത്തക്കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 1 ക്യൂബിക് മീറ്ററിന് 464 രൂപ വെച്ച് അവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം അവർ 900 രൂപ വില വെച്ചിട്ട് മണ്ണ് എടുക്കാമെന്ന് പറയുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് നഷ്ടമാണ്, ഞങ്ങൾക്കത് വയബിളല്ല, എന്നിരുന്നാലും ഞങ്ങൾ മണ്ണെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരും. അപ്പം ഇങ്ങനെ മണ്ണെടുക്കാൻ വരുന്നത് ഇവർ ഇതൊന്നും പറഞ്ഞിട്ടല്ല വന്നത്. ഇവരവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മണ്ണെടുത്ത് ഇവരുടെ കമ്പനികളിൽ കൊണ്ടുപോകുന്ന പോലും ആദ്യം പറഞ്ഞിരുന്നില്ല. ആ ആളുകൾ ഇപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന ആളുകൾ ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു? അവിടുത്തെ മണൽ കൊള്ളയുടെ മുഴുവൻ കുത്തക ഇവർ ഏറ്റെടുത്തിരിക്കുന്നു. ആണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കാലയളവ് പറയുന്നില്ല. വർഷം മുഴുവൻ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും മണ്ണെടുക്കാമെന്നുള്ള നിലയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരുകയും അത് കടലിലേക്ക് ഒഴുകാൻ സൗകര്യം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ മണ്ണെടുക്കാവൂ. പക്ഷേ ഇത് ആ ഒരു സൗകര്യം ഇല്ലാതിരിക്കുമ്പോൾ പൊഴി എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? പൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കായലിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ കടലിലേക്ക് വെള്ളം ഒഴുകാനുള്ള വഴിയാണ്. അത് പിന്നെ സീസണലായിട്ട് മാത്രമേ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടനാടിന് അത് പറ്റത്തുമില്ല. കുട്ടനാട് പിന്നെ സീസണലായി അടയണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അത് അടയ്ക്കണം. സീസണലായി തുറക്കണമെന്നുമില്ല.
അങ്ങനെയാണ് അത് തുറക്കുകയും ചെയ്യണം. അങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സംവിധാനമാണ് എവിടെയുള്ളത്? തോട്ടപ്പള്ളിയിലുള്ളത്. തോട്ടപ്പള്ളിയിൽ കായലിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ കടലിലേക്ക് ഒഴുകണം. കടലിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പൊഴിമുഖം അടയ്ക്കണം. ഇതാണ് കുട്ടനാട്ടിൽ വേണ്ടുന്നത്. കുട്ടനാട്ടിലല്ലേ തോട്ടപ്പള്ളിയിൽ വേണ്ടുന്നത് അതാണ്. അപ്പോൾ ഇത്തരത്തിൽ സവിശേഷതയുള്ള ഒരു പൊഴിമുഖമാണ് തോട്ടപ്പള്ളി പൊഴിമുഖം എന്ന് പറയുന്നത്. ഇവിടെ കരിമണൽ അടിയുന്നു എന്നുള്ളതും അത് വളരെ വളരെ കൗശലപൂർവ്വം കൈക്കലാക്കാവുന്നുള്ളതുമാണ് ഈ കമ്പനികൾ കണ്ടുവച്ചിരിക്കുന്ന ലാക്കെന്ന് പറയുന്നത്. ഇവിടെ സിംഗിൾ പോണ്ട് ട്രെഡ്ജിങ് ആണ് നടക്കുന്നത്. ഒരൊറ്റയെടുത്ത് ഒഴുക്കിൻ്റെയും തിരമാലകളുടെയും ഉപയോഗിക്കുന്ന യന്ത്രത്തിൻ്റെ സെൻട്രിഫ്യൂഗൽ സ്വഭാവവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മണ്ണ് വാരുന്ന ഒരു തന്ത്രമാണ് എവിടെ? തോട്ടപ്പള്ളിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ സീ വാഷിങ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷോർ വാഷിങ് നടക്കുന്നുണ്ട്. അതായത് കടലിൽ നിന്നും മണ്ണ് വാരുന്നുണ്ട്, കരയിൽ നിന്നും മണ്ണ് വാരുന്നുണ്ട്. അപ്പോൾ ഇത് ഷോർ വാഷ് ഈ നമ്മുടെ ഇവിടെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇതും കടലിൽ നിന്നും മണ്ണ് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇര തേടാനിരിക്കുന്ന ഒരു കൊറ്റിയെപ്പോലെ എവിടെ ഇരിക്കുന്നു? ഈ പൊഴിമുഖത്തിരുന്നു കൊണ്ട് മണ്ണ് വാരുന്ന ഏർപ്പാടാണ് ആര് ചെയ്യുന്നത്? ഈ കമ്പനികൾ ചെയ്യുന്നത്. ഇത്തവണ അവരെന്ത് ചെയ്തിരിക്കുന്നു? അവർ വെച്ചു മാറിയിരിക്കുന്നു. അതിൻ്റെ എക്സ്ട്രാക്ഷനും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും IRA ഏൽപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് KMML ചെയ്തുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം എക്സ്ട്രാക്ഷനും KMML ആണ് ചെയ്തിരുന്നത്. ഇത്തവണ അത് ആ എക്സ്ട്രാക്ഷനും ട്രാൻസ്പോർട്ടേഷനും IREL ഏൽപ്പിച്ചിരിക്കും. എന്ന് വെച്ചാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇത് ഏൽപ്പിച്ചിട്ട് ആര് മാറി നിൽക്കുന്നു? KMML മാറി നിൽക്കുന്നു. മറ്റെല്ലാ കാര്യത്തിലും KMML ഉണ്ട്. ഇനി ഈ KMML IREL എന്തിനിവിടെ? അവിടെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ അനുവാദമില്ല. എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഈ മിനറൽ സാൻഡ്, റയർ എർത്ത് വാരണമെന്നുണ്ടെങ്കിൽ തോറി അടക്കമുള്ള വസ്തുക്കൾ അടങ്ങിയ റേഡിയേഷനുള്ള പദാർത്ഥങ്ങളുള്ള ഈ സാധനം നിങ്ങൾക്ക് എവിടുന്നെങ്കിലും മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തു വേണം? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ അനുവാദം വേണം. ഇവിടെ അനുവാദമില്ല. തോട്ടപ്പള്ളിയിൽ നിന്ന് വേണ്ടുന്ന അനുവാദത്തോടെ അല്ല മണ്ണ് വാരുന്നത്. ഇവർക്ക് രണ്ട് കമ്പനികൾക്കും അനുവാദമുള്ളത് ശങ്കരമംഗലത്താണ്. ചവറയുടെ തീരമായ ശങ്കരമംഗലത്താണ് ഇവർക്ക് മണ്ണ് വാരാൻ അനുവാദമുള്ളത്. ഇവർക്ക് തോട്ടപ്പള്ളിയിലോ അല്ലെ പുറക്കാട് തീരത്തോ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ആറാട്ടുപുഴയിൽ നിന്നോ ഒന്നും മണ്ണ് വാരാൻ, തൃക്കുന്നപ്പുഴയുടെ തീരങ്ങളിൽ നിന്നൊന്നും മണ്ണ് വാരാനുള്ള അവകാശം ഇവർക്കില്ല. അതിന് ഓതറൈസ്ഡ് അല്ല ഇവർ, അതിന് ഫലമേൽപ്പിക്കപ്പെട്ടവരല്ല ഇവർ. ഇപ്പം ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്ത നിവാരണത്തിൻ്റെ പേരിൽ മണ്ണ് വാരുകയാണ്. ദുരന്ത നിവാരണത്തിൻ്റെ പേരിലാണെങ്കിൽ ദുരന്തം സ്പെസിഫൈ ചെയ്യണം. എന്ത് ദുരന്തമാണുള്ളത്? ഇപ്പോൾ വെള്ളമെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ അവിടെ കുട്ടനാട്ടിൽ തോട്ടപ്പള്ളിയിലൂടെ വെള്ളം ഒഴുകാത്തതിൻ്റെ പേരിലുള്ള വെള്ളപ്പൊക്കമൊന്നും ഇല്ല അവിടെ. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് മണ്ണ് വരുന്ന എന്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദുരന്ത നിവാരണത്തിൻ്റെ പേരിലല്ല. ഇത് വളരെ ആസൂത്രിതമായ സംഗതിയാണ്. ഇതിനകത്ത് വളരെ 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 വലിയ ഗൂഢാലോചനയുണ്ട്. ഇതിനകത്ത് അന്തർദേശീയ ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം PWC പോലെയുള്ള കമ്പനികൾ ഇതിനകത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 30ഓളം മേഖലകളിൽ PWC ഈ മിനറൽസ് ആൻഡ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അഴിമതിയുടെ വശങ്ങൾ പരിശോധിക്കുകയാണ്. ഇതിനകത്ത് അഴിമതിയുടെ വശം എന്ന് പറയുന്നത് 135 കോടി രൂപയുടെ അഴിമതിയാണ് ആര് കണ്ടെത്തിയത്? ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയത്. അത് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്? 17 കോടി പിന്നെ 17 കോടി മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, 17 കോടി ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, 37 കോടി പല വക ഇനങ്ങളിൽ ചെലവാക്കിയിട്ടുണ്ട്. ക്ലബ്ബുകൾക്കും അതേപോലെയുള്ള ആളുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ പണം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വൻ അഴിമതി
ഇവരുടെ കണക്കിൽ തന്നെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണക്കിൽ തന്നെയുണ്ട്. ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണക്ക് അത് എവിടെയോ ഇരിക്കുന്ന ആൾ എഴുതി വെച്ചു എന്നുള്ളതുകൊണ്ട് അത് അഴിമതിയാകുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ ഇവരുടെയൊക്കെ യശസ്സിനെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇവർ കേസ് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇവർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല? ഉൾപ്പെടെ ഇതിലുണ്ട്. അതെ 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 പിണറായി വിജയൻ ഉൾപ്പെടെ. പിണറായി വിജയനുണ്ട്. പിണറായി വിജയനും ഇതിനകത്ത് കാശ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കും കാശ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തിന് പിന്നെ നമ്മുടെ പരേതനായ ഉമ്മൻചാണ്ടിക്ക് പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആർക്കൊക്കെ പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം കുഞ്ഞിന് പണം കൊടുത്തെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ ലിസ്റ്റിനകത്തുള്ളതാണ്. ഇതൊന്നും നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പറയുന്നതല്ല. അപ്പം ഇതിനകത്ത് വലിയ അത് തന്നെയല്ല, ഇത് 2019 വരെയുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. 19, 20, 21, 22, 22, 23, 24 മറ്റൊരു 5 വർഷത്തെ കണക്കൂടി പുറത്തു വരാനുണ്ട്. അപ്പം ഇത് ഞെട്ടിക്കുന്ന കണക്കാണുള്ളത്. അഴിമതി എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ 2 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് വാരാൻ പറഞ്ഞിട്ട് ഇവർ വാരിയത് 53 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണാണ് അവിടുന്ന് വാരിക്കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ കണക്ക് കൂട്ടി നോക്കിയതാണ്. ഒരു ദിവസം പിന്നെ 200 ലോഡ് മണ്ണ് അവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ 53 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് അവിടുന്ന് പോയിട്ടുണ്ടാവും. ഒരു കണക്കും ഉണ്ടായിരുന്നില്ല, ഒരു കണക്കും ഇല്ല. ആരാ ഇതൊക്കെ കണക്കൊക്കെ നോക്കുന്നത്? അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ആളുകൾക്ക് വിളിച്ചിട്ട് ഒരു സേവനവും നൽകാതെ പണം കൊണ്ട് കൊടുക്കും. തൈക്കണ്ടി വീണയ്ക്ക് പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? ഈ ശശിധരൻ കർത്ത പറയുന്നത് ഞങ്ങൾക്കൊരു സേവനവും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെന്തിനു പണം കൊടുക്കണം? അപ്പോൾ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നു? നിങ്ങളിപ്പോൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂ തന്നു, വളരെ നന്നായിട്ട് അദ്ദേഹം, നിങ്ങളുടെ ഷാജിൻ സാർ വളരെ നന്നായിട്ട് അതിന് പ്രാധാന്യം നൽകി അന്നേരം തന്നെ അദ്ദേഹം ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റ് ചാനലുകൾ എല്ലാം തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ നമ്മളോട് അങ്ങേയറ്റം സഹകരിക്കുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്? ഇത് കുട്ടനാടിനെ ഇങ്ങനെ നശിപ്പിക്കാമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. കുട്ടനാടെന്ന് പറയുന്ന റംസാർ സൈറ്റാണ്. കുട്ടനാടിൻ്റെ ഭാവി എന്താകും ഇങ്ങനെയാണ്? കുട്ടനാടിൻ്റെ സേഫ്റ്റി വാൽവാണ് ഈ പൊഴി എന്ന് പറയുന്നത്. കുട്ടനാടിന് 22 പൊഴികളുണ്ട്. ഈ പൊഴികളൊന്നും തുറന്നു വെക്കാതെ, കനാലുകളൊന്നും വൃത്തിയാക്കാതെ, അതിൻ്റെ വെള്ളത്തിന് ഇടം നൽകാതെ, റൂം ഫോർ റിവർ നൽകാതെ, അവിടെ ഒഴുകി വരുന്ന നദികളുടെയൊക്കെ ആഴം കൂട്ടാതെ, അതോടൊപ്പം തന്നെ അവിടെയൊക്കെ ഈ നദികൾ ഒഴുകി വരുന്നതിന് കുറുങ്ങനെയുള്ള വിലങ്ങനെയുള്ള ഡാമുകൾ, 30ഓളം ഡാമുകൾ. ഈ ഡാമുകളൊന്നും ഡീസിൽറ്റ് ചെയ്തിട്ടില്ല. എത്രയോ കാലമായിട്ട് പറയുന്നു കേരളത്തിലെ അണക്കെട്ടുകൾ ഡീസിൽറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഉരുൾപൊട്ടലും അതുപോലുള്ള സംഗതികളൊക്കെ തടയാൻ ഡീസിൽറ്റിങ് ആവശ്യമാണ്. അണക്കെട്ടുകൾക്ക് കൊള്ളാവുന്ന ശേഷിയിൽ വെള്ളം കൊള്ളാൻ അവസരം ഉണ്ടാകണം. ഇതൊന്നും ഡീസിൽറ്റ് ചെയ്തിട്ടില്ല. കനാലുകൾ വൃത്തിയാക്കിയിട്ടില്ല. ഇതിൻ്റെ ഈ ഡെൽറ്റ പ്രദേശമാണ് സത്യത്തിൽ കുട്ടനാടെന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ കിഡ്നി എന്നാണ് അർത്ഥം. നേച്ചറിൻ്റെ, പ്രകൃതിയുടെ കിഡ്നി എന്നാണ് എന്തറിയപ്പെടുന്നത്? ഡെൽറ്റ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. ഈ ഡെൽറ്റ പ്രദേശങ്ങൾ മുഴുവൻ ഇങ്ങനെ മാനത്ത് മഴ കണ്ടാൽ വെള്ളപ്പൊക്കം വരുന്ന അവസ്ഥ. അപ്പോൾ ഇത് കേരളത്തിലൊട്ടാകെയുള്ള പിന്നെ ദുരന്തങ്ങൾ കാണുന്നില്ലേ? അശാസ്ത്രീയമായ ഭൂപരിപാലനം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മണലിനൊരു കൃത്യമായ വിലയില്ല, നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഈ മണ്ണെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നിധിയാണ്. ഇത് അഴിമതി നടത്താനുള്ള ഏറ്റവും വലിയ മാർഗമാണിത്. ഇത് ഇൽമനൈറ്റിൻ്റെ വാല്യൂ തന്നെ എന്തുമാത്രമാണെന്നറിയുക.
ഇൽമനൈറ്റിന് തന്നെ ഭയങ്കര വാല്യൂ ആണുള്ളത്. ഇത് മൂല്യവർദ്ധിത വസ്തുക്കളായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇരട്ടിയാകുകയാണ്, 10 മടങ്ങ് 100 ഇരട്ടിയാവുകയാണ്. ഈ ഇൽമനൈറ്റ് ടൈറ്റാനിയം ഡയോക്സൈഡ് അല്ല. ടൈറ്റാനിയം ഡയോക്സൈഡ് ഡിറൈവ് ചെയ്യുന്ന ഇൽമനൈറ്റിൽ നിന്നാണ്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡും ടൈറ്റാനിയവും ഒക്കെ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള അസംസ്കൃത വസ്തുവാണ്. അസംസ്കൃത വസ്തു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് റിസോഴ്സസാണ്, വിഭവമാണ്, ഇൻപുട്ടാണ്, വൻതോതിലുള്ള വ്യാവസായിക പ്രവർത്തനങ്ങളുടെ ഇൻപുട്ടാണ്. ഇതാണ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് എവിടേക്ക് കൊണ്ടുപോകുന്നു, ആര് കൊണ്ടുപോകുന്നു, എങ്ങനെ കൊണ്ടുപോകുന്നു? ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടാക്കി ഈ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒന്നല്ലേ കരിമണൽ ഖനനം. നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾക്കറിയില്ലേ? കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചലനം ഉണ്ടാക്കിയ വിഷയം എന്ന് പറയുന്നത് ഈ കരിമണലല്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ട സംഗതിയല്ലേ? അപ്പോൾ ഈ വിഷയം ഇത്രയുമായിട്ട് ഇത്രയേറെ അടി തോണ്ടത്തക്കവണ്ണം, ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അടി തോണ്ടത്തക്കവണ്ണം ഈ വിഷയം ഇത്രയും രൂക്ഷമായിട്ട് പോലും വഴിവിട്ട നിലയിൽ ഈ ഉത്തരവ് ഉപയോഗിച്ചുകൊണ്ട് മണൽ വാരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നമ്മളുടെ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? 1200 ദിവസമാകാൻ പോകും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര ഒരു സമരമുണ്ടോ? ഇത്രയേറെ ആളുകൾ വന്നു. സുമേറ അബ്ദുലാലിയെ പോലുള്ള ആളുകൾ വന്നു. ഡോക്ടർ PV രാജഗോപാലിനെ പോലുള്ള പദയാത്രാ ഗാന്ധി. ഇത്തവണത്തെ നിവാനോ പുരസ്കാരം ലഭിച്ച അദ്ദേഹത്തിനാണ്. എത്രയെത്ര മനുഷ്യർ, ബംഗാളിൽ നിന്ന് എത്രയോ പേര് വന്നു, കർണാടകത്തിൽ നിന്ന് എത്രയോ പേര് വന്നു. എത്രയെത്ര പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ അവിടെ വന്നു. എത്രയെത്ര പിന്നെ ഭൗമവിജ്ഞാനത്തിൽ ധാരണയുള്ള എത്രയോ മനുഷ്യർ വന്നു. എത്രയോ മനുഷ്യർ ഇതിനെ ഈ അടുത്ത സമയത്ത് ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ ഈ വിഷയത്തിൽ ഒരു പേപ്പർ അവതരിപ്പിച്ചു ഒരു കുട്ടി. ഭയങ്കര അപ്ലോസ് ആയിരുന്നു ആ പ്രബന്ധത്തിൽ. ഇതേപോലെ ഇത്രയും ഇത് പിന്നെ ഹോളണ്ട് കഴിഞ്ഞാൽ, നെതർലൻഡ് കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിന് താഴെ കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. ഇതൊരു റംസാർ സൈറ്റാണ്. പക്ഷി സങ്കേതങ്ങൾ, 3 പക്ഷി സങ്കേതങ്ങൾ ഈ കുട്ടനാട്ടിലുണ്ട്. പക്ഷി സങ്കേതങ്ങൾ, അതുപോലെ തന്നെ അപൂർവ ഇനം മത്സ്യങ്ങൾ, അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി, മൃഗപരിപാലനം ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കുട്ടനാട്. ഇവരുടെ ജീവസന്ധാരണ മാർഗമല്ലേ കൊയ്ത്തും മെതിയും. അതേപോലെ പിന്നെ നെൽകർഷകർ ഇപ്പോൾ കിടന്ന് ബുദ്ധിമുട്ടാണ്. അവർക്ക് സമയത്തിന് പണം കിട്ടുന്നില്ല, നെല്ലിൻ്റെ വില കിട്ടുന്നില്ല. ഇപ്പം ഇത്രയേറെ പ്രശ്നങ്ങളുള്ള ഒരു നാട്ടിൽ ഇത്രയേറെ ഇതുള്ള എടുത്ത് ഇവർക്ക് ഇത് പൊഴി തുറക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. പൊഴി തുറന്ന് തന്നെ ഇടണം. പൊഴി തുറന്ന് വെള്ളം ഒഴുകി പോകണം. പോയെങ്കിലല്ലേ പരിഹാരമുള്ളൂ. നമ്മൾക്ക് അതിൻ്റെ കാര്യത്തിലല്ല വാശിയുള്ളത്. ഈ മണ്ണ് എന്തിനു കൊണ്ടുപോകണം? മണ്ണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബൈപ്പാസ് ചെയ്യാം. സാൻഡ് ബൈപ്പാസിങ് എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. ഈ സാൻഡ് ബൈപ്പാസിങ് എവിടെയുണ്ട്? എവിടെയുള്ളത്? ഹൈദരാബാദിലുണ്ട്. ഹൈദരാബാദിലല്ല, വിശാഖപട്ടണത്തുണ്ട്. അവിടുത്തെ തുറമുഖത്തിൽ നിന്ന് മണ്ണ് വാരിക്കൊണ്ട് പോവുകയല്ല, തെക്ക് വശത്തുള്ള മണ്ണെടുത്ത് വടക്ക് വശത്തൊക്കെ ഇടുകയാണ് ചെയ്യുന്നത്. ആ തീരം മുഴുവൻ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇത്രയേറെ ദുർബലമായ പ്രദേശത്ത്, ആലപ്പുഴയുടെ തീരത്ത് സാൻഡ് ബൈപ്പാസിങ് നടത്തുന്നില്ല. കൊല്ലത്തിൻ്റെ തീരത്ത് ആലപ്പാട് പ്രദേശത്ത് സാൻഡ് ബൈപ്പാസിങ് നടത്തുന്നില്ല. സാൻഡ് ബൈപ്പാസിങ് നടത്തിയാൽ ഇത് മണ്ണെങ്കിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഇവർ പറയുന്നത് ഈ മണ്ണ് ഇവിടെ തിരിച്ചു കൊണ്ടിടുമെന്നാണ് പറയുന്നത്. പ്രോസസ്സ് ചെയ്തതിന് ശേഷമുള്ള മണ്ണ്. പ്രോസസ്സ് ചെയ്തതിന് ശേഷമുള്ള മണ്ണ് എന്ത് ചെയ്യണമെന്ന് ആര് പറയുന്നുണ്ട്? ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. അവർ പറയുന്നത് സീൽഡ് കവറിൽ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. പ്രോസസ്സ് ചെയ്തതിന് ശേഷമുള്ള കരിമണൽ പ്രോസസ്സ് ചെയ്ത് അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എന്ത് ചെയ്യണം? ബാക്കി വരുന്നത് സീൽഡ് കവറിൽ സൂക്ഷിക്കണം.
സീൽഡ് കവറിൽ മാത്രമേ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിരിക്കുന്ന പിന്നെ ഇതിനകത്തുണ്ടത്, നിർദ്ദേശങ്ങളിലുണ്ട്, നിയമത്തിലുണ്ട്. ഈ നിയമങ്ങളെല്ലാം ലംഘിക്കുക. ഈ സമരം പിന്നെ സമരം നമ്മൾ പുതിയ രൂപഭാവങ്ങൾ കൈവരിക്കാൻ പോവുകയാണ്. നമ്മളതിൻ്റെ കൂടി നയപരമായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അതിശക്തമായ സമരങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. തീരത്തുടനീളം സമരാഹ്വാന സമ്മേളനങ്ങൾ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളെയൊക്കെ ജോസഫ് സി മാത്യുവിനെ പോലെയുള്ള ആളുകൾ, കെ രമയെ പോലുള്ള ആളുകൾ, മാത്യു കുഴൽനാടനെ പോലെയുള്ള ആളുകൾ, പിന്നെ ഇനി ദേശീയ തലത്തിലുള്ള ആളുകൾ, SP ഉദയകുമാറിനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ PV രാജഗോപാലിനെ പോലെയുള്ള ആളുകൾ, എന്തിന് മേധാ പട്കറെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ സമരാഹ്വാന സമ്മേളനങ്ങൾ നടക്കുകയാണ്. വലിയ ബൃഹത്തായ പരിപാടികളാണ് നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കേസ് സുപ്രീം കോടതിയിൽ നടന്നു വരികയാണ്. ഈ കേസിന് ഈ സമരങ്ങൾക്കൊക്കെ വലിയ സാമ്പത്തികമായ ഒത്തിരി ബാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള പിന്നെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്. ഇത്തരത്തിലുള്ള ആളുകൾ സഹായിച്ചിട്ട് തന്നെയാണ് ഈ സമരം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ഒരു സ്വീകരണത്തിന് ഞാൻ നന്ദി പറയും.